അശോകൻ ചെരുവിൽ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും ഒരു സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും എന്ന നിലയ്ക്ക്. പക്ഷേ ഞാൻ അതിനൊരു ചെക്ക് വയ്ക്കുകയാണ്. ഇന്ന് വന്ന നമ്മളിപ്പോൾ പ്രതികരണങ്ങളുടെ കാര്യം, എതിർപ്പിൻ്റെ കാര്യം, അത് വർഗീയതയിലേക്ക് പോകുന്നു, അത് വിദ്വേഷ പരാമർശത്തിലേക്ക് പോകുന്നു, അത് നുണകളെ കൂട്ടിച്ചേർത്തുണ്ടാവുന്നു എന്നാണ് ഇപ്പോൾ ചർച്ചയിൽ ഇതുവരെ കണ്ടത്. മാത്രമല്ല അത് ഏത് അധമമായ തലത്തിലേക്ക് പോകും എന്നതിന് തെളിവായ ഒരു പ്രസംഗ ഖണ്ഡം ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അത് ചെറിയൊരാളുടെയൊന്നുമല്ല, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്. പുതിയ സമിതി അവർ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. നിലവിലുള്ള എന്ന് വെച്ചാൽ അവസാനിക്കുന്ന, അതിൻ്റെ ചുമതല അവസാനിച്ച സമിതിയിലെ വൈസ് പ്രസിഡൻറ്റ് താങ്കളുടെ നാട്ടുകാരനും സുഹൃത്തും ഒക്കെയായ എൻ്റെയും B. ഗോപാലകൃഷ്ണനാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടിട്ട് അതിനോടുള്ളൊരു പ്രതികരണം എന്ന നിലയ്ക്ക് ഈ പ്രതികരണം, ഈ സിനിമയ്ക്കെതിരായ സംഘപരിവാർ നയിക്കുന്ന പ്രതികരണം എതിർപ്പിൽ നിന്ന് മതവിദ്വേഷത്തിലേക്ക്, വിദ്വേഷ പ്രചാരണത്തിലേക്ക്, നുണകളുടെ പ്രയോഗത്തിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് എവിടേക്ക് എത്തി എന്ന് താങ്കൾ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. PCR ഗോപാലകൃഷ്ണൻ്റെ ആ പ്രസംഗഖണ്ഡം. സുകുമാരൻ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിലെ മരുമകളുണ്ട്, മരുമകളെ വിമർശിക്കേണ്ടത്. മരുമകളാണ് ധിക്കാരത്തോടു കൂടി തരത്തിപ്പോയി കളിക്കട എന്ന നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മല്ലിക സുകുമാരൻ വാസ്തവത്തിൽ മേജർ രവിയോടല്ല, സ്വന്തം മരുമകളെ നിലയ്ക്ക് നിർത്തണം. അതൊരു അർബൻ നക്സലാണ്. അത് മനസ്സിലാക്കാൻ മല്ലിക സുകുമാരന് കഴിഞ്ഞില്ലെങ്കിൽ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയുണ്ട്. ആ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ അയ്യപ്പൻ്റെ ഭാര്യ കോശിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് എന്താണെന്നുള്ളത് മല്ലിക സുകുമാരൻ അറിയാം. അത് മല്ലിക സുകുമാരൻ അനുഭവിക്കേണ്ടി വരും. ഒരു സിനിമയിലെ ഉള്ളടക്കത്തിനെതിരെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, നിയമസഭയിൽ പ്രതിനിധികളൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിന് ഉള്ളടക്കത്തിനെതിരെ ഒരു വിമർശനം വേണമെങ്കിൽ പറയാം. ആ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് പോയി അവരെക്കുറിച്ച് ഒരഭിപ്രായം പറയുന്നു. അർബൻ നക്സൽ, അഹങ്കാരി, അമ്മായിയമ്മ നിയന്ത്രിക്കണം. എങ്ങനെയുണ്ട്? എവിടെ എത്തി? ഈ സംഘപരിവാറിൻ്റെ പ്രതികരണം ഏത് തലത്തിലേക്ക് പോകുന്നു അശോകൻ ചെരുവിൽ? ഈ പറഞ്ഞ BJP നേതാവ് ഗോപാലകൃഷ്ണനെയാണല്ലോ 2 ദിവസം മുമ്പ് നമ്മുടെ PK ശ്രീമതി ടീച്ചർ വരച്ച വരയിൽ നിർത്തി മാപ്പ് പറയിപ്പിച്ചത്. അദ്ദേഹം അതുകൊണ്ടൊന്നും പാഠം പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ആവാൻ വഴിയില്ല. ഒരു ജനാധിപത്യപരമായ സംവാദത്തിൽ ഇടപെട്ട് മാന്യമായി സംസാരിക്കാനോ കലാകാരന്മാരെ റെസ്പെക്റ്റ് ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല, അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ആശയത്തിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഇതുതന്നെയാണ് നേരത്തെ ബഹുമാന്യമായിട്ടുള്ള ശ്രീ ഷാഹു പ്രസാദ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഒരു കലാസൃഷ്ടിക്കെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാവുന്നതിൽ എന്താണ് തെറ്റ്? അത് ഒരാൾക്കും പറയാൻ കഴിയില്ല വിമർശനം ഉണ്ടാകുന്നത് തെറ്റാണെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെതിരായിട്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉണ്ടായ വിമർശനങ്ങൾ, അതിൽ ഭൂരിപക്ഷം, അതായത് സംഘപരിവാറിൻ്റെ വളണ്ടിയർമാർ മാത്രമല്ല, അതിലെ വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തികളടക്കം, അതിൻ്റെ ഈ ഭൗതിക നേതൃത്വം വഹിക്കുന്ന ആൾക്കാരടക്കം ഒക്കെ തന്നെ ആ സിനിമയ്ക്കെതിരായിട്ട് മാത്രമല്ല, ആ സിനിമ നിർമ്മിക്കുന്നതിൽ പങ്കുവഹിച്ച ഈ പറഞ്ഞ പൃഥ്വിരാജിന് മാത്രമല്ല, മറ്റേ മോഹൻലാലിനും അതുപോലെ തന്നെ മുരളി ഗോപിക്കും ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്ത അസഭ്യവർഷം, വാസ്തവത്തിൽ അത് വായിക്കുമ്പോൾ അത് മലയാള ഭാഷയിലാണല്ലോ അതൊക്കെ എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നതെന്ന് ഓർത്തിട്ട് നമ്മുടെ ഭാഷയോടും കേരളത്തോടും ഒക്കെ തന്നെ ഉള്ള ഒരു സ്നേഹം പുലർത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ, ആളുകളെന്നുള്ള നിലയിൽ നമുക്കൊക്കെ വളരെ കഷ്ടം തോന്നും. ഈ നമ്മുടെ ഒരു ഭാഷയിലാണല്ലോ ഇത്ര വൃത്തികെട്ട ഒരു പരാമർശം, അതും കലാരംഗത്തുള്ള ഒരു കലാവിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് വളരെയേറെ വിഷമമുണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സംഘപരിവാറിൻ്റെ സുഹൃത്തുക്കൾ വലിയ മട്ടിലുള്ള ഒരു കുരുക്കിലാണ് വന്നുപെട്ടിട്ടുള്ളത്. കാരണം അവർ മുന്നോട്ട് പോകുമ്പോഴൊക്കെ അവരെ പിന്നിലേക്ക് വലിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതിബന്ധമാവുന്ന,
അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയേണ്ട, അവരുടെ മുമ്പിൽ ദുരന്തമായി പല്ലിളിച്ച് നിൽക്കുന്ന പല സംഗതികളുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംഗതികളാണത്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വധം, അതിനുശേഷം ഈ പറഞ്ഞ ഗുജറാത്ത് 2002 ക്രൂരമായ വംശഹത്യ, അതുപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം, ഇതൊക്കെ തന്നെ രാജ്യത്തെ നടുക്കിയതും ലോകത്തിൻ്റെ മുമ്പാകെ തന്നെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രാചീനമായ ഉത്കൃഷ്ട സംസ്കാരത്തെയും അതിൻ്റെ മഹത്തായ സഹിഷ്ണുതയെയും, ഇപ്പോൾ സ്വാമി വിവേകാനന്ദനൊക്കെ അമേരിക്കയിലൊക്കെ പോയി വെളിപ്പെടുത്തിയ അതിൻ്റെ ആ മഹത്തായ വിശാല വീക്ഷണത്തെയും ഒക്കെ തന്നെ, പ്രത്യേകിച്ചും ഏഷ്യയിലെ വെളിച്ചം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ബുദ്ധൻ്റെയൊക്കെ സമീപനങ്ങൾക്ക്, അത്തരത്തിലൊക്കെയാണ് ഇന്ത്യയെ മനസ്സിലാക്കിയിട്ടുള്ളത് ലോകം. അതിനൊക്കെ അങ്ങേയറ്റം തിരുത്തി കുറിക്കുന്ന, അപമാനമുണ്ടാക്കുന്ന സംഗതികളാണ് ഈ സംഗതികളൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഇത് ഓരോ എപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചരിത്രത്തിൽ നിന്നുണ്ടാവുന്ന മറുപടികൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഏത് സന്ദർഭത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, ആരിൽ നിന്നാണ് ഉയർന്നു വരിക എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതിനെയൊക്കെ അടക്കിയിരുത്തി വമ്പിച്ച തരത്തിലുള്ള മാധ്യമ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി സാംസ്കാരിക വ്യവസായത്തിലിടപെട്ട് വേണ്ടി വന്നാൽ അടിച്ചമർത്തി, വാക്കുകളൊന്നും പുറത്തു വരാത്ത രീതിയിൽ അടിച്ചമർത്തിയിട്ടൊക്കെ തന്നെ ഇട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് നമ്മുടെ സംഘപരിവാറിനും അതുപോലെ തന്നെ രാഷ്ട്രീയ ഹിന്ദുത്വ ശക്തികളും BJP ഒക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്, ഒരു സങ്കല്പം മാത്രമാണ്. അതൊന്നും ഒരിക്കൽ പോലും നടക്കില്ല. എവിടെ നിന്നാണ് ഇതിനുള്ള മറുപടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ജനപ്രിയ സിനിമയിൽ നിന്നാണ്, വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുള്ള എങ്കിൽ പോലും അതൊരു ജനപ്രിയ സിനിമയാണ്. അതിനതിൻ്റേതായ ചേരുവകളൊക്കെ പെട്ട് ജനങ്ങളെയൊക്കെ തന്നെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ മറുപടി വന്നിട്ടുള്ളത്. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ അനുഭവത്തെ വിസ്മരിച്ചുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. അതിപ്പോൾ അയാളുടെ രാഷ്ട്രീയം എന്തായാലും, അയാളുടെ കക്ഷി രാഷ്ട്രീയ നിലപാട് എന്തായാലും അയാൾക്ക് ഇതൊന്നും വിസ്മരിച്ചുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ വിസ്മരിച്ച് സിനിമ എടുക്കാമെന്ന് വിചാരിക്കാം, അത് ചിലപ്പോൾ ആൾക്കാർ കാണണമെന്നില്ല. അപ്പോൾ ജനങ്ങൾ കാണണം, പ്രേക്ഷകരുണ്ടാവണം. അത് ഏത് സിനിമാ നിർമ്മാതാവിൻ്റെയും ഒരു പ്രത്യേകമായ ആഗ്രഹമാണല്ലോ, അവരുടെ താല്പര്യമാണല്ലോ. അതിനുവേണ്ടി അവർ വിഷയങ്ങൾ നിവൃത്തിയില്ല.